ഹായ് എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു സൂപ്പർ റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റൈസാണ്. പാലക്കാട്ടുകാർക്ക് വലിയ സുപരിചിതമുള്ളൊരു റൈസല്ല ഇത്. തേങ്ങാച്ചോറെന്നാണ് നമ്മൾ പറയുന്നത്. തേങ്ങാച്ചോറ് ഇപ്പം മലപ്പുറം, കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ എന്നും റൈസ് കഴിച്ചിട്ട് മടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു റൈസാണ് തേങ്ങാച്ചോറ്. പാലക്കാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടുമില്ല. ഞാനൊരു തവണ മലപ്പുറം പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചാണ് ഈ തേങ്ങാച്ചോറ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് ഒന്നുകിൽ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ അങ്ങനെ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി നല്ല നല്ല നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ എടുത്തുവിടെ വയ്ക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി നല്ല മട്ട അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേവുള്ള അരി തന്നെ എടുക്കണം കേട്ടോ, കാരണം കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നതല്ലേ അതുകൊണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് നമ്മുടെ ഉലുവ. പിന്നെ വേണ്ടത് ഒരു പിടി ചെറിയുള്ളി. അപ്പോൾ ഇത്രയാണ് ഞാനിതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെറിയുള്ളിനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയുള്ളി ഈ തേങ്ങയ്ക്കകത്ത് നന്നായിട്ടിട്ട് കുഴയ്ക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഈ തേങ്ങയ്ക്കകത്ത് നിന്ന് കുറച്ച് പാലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വരും. പിന്നെ ഉള്ളിയാണെങ്കിലും ഇതിനകത്തോട്ട് നന്നായിട്ട് കലരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴയ്ക്കുന്നത് കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഒന്ന് ഉടച്ച് വേണമെങ്കിൽ എടുക്കാം. ചതയ്ക്കൊന്നും വേണ്ട, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വരുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം അതിനകത്തുനിന്ന് പാല് പിഴിഞ്ഞിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇച്ചിരി ഉപ്പിടുകയാണ്. പിന്നെ നമുക്ക് ചോറിനകത്തോട്ട് ഉപ്പ് വേണമായിരിക്കും. അപ്പം അത് നമുക്ക് പിന്നെ അരി വേവിക്കുമ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് ഈ തേങ്ങേനെ ഒന്ന് ചതച്ചിട്ട് പാല് മാത്രം പിഴിഞ്ഞെടുത്തിട്ട് പാലൊഴിച്ചിട്ട് വെക്കുന്നവരും ഉണ്ട്. അത് വേറൊരു രീതിയിൽ. നമ്മളിപ്പോൾ ഈ തേങ്ങാ പീരയോട് കൂടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ അരി വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അരി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉലുവയും കൂടി ഇടുകയാണ്. അപ്പോൾ ഉലുവയും അരിയും കൂടെ ഒരുമിച്ച് കഴുകുമ്പോഴത്തേക്കും ഉലുവയുടെ ആ മണമൊക്കെ ഈ അരിക്കകത്തോട്ടായിട്ട് നല്ല ഒരു മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ചോറ് കഴിക്കുമ്പോൾ നല്ല ഉലുവയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങയും പിന്നെ ഉള്ളിയും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് 3 പാത്രം വെള്ളം എന്നാണ് എൻ്റെ ഒരു കണക്ക്. അപ്പം ഞാനിതിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. നമ്മൾ ആദ്യം തേങ്ങയിൽ ചേർത്തിരുന്നു. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഒന്നല്ല വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ പറഞ്ഞ അളവിന് തന്നെ എടുക്കുക. പിന്നെ കുക്കറിന് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ചില കുക്കറിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിതെന്തായാലും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പൊരിപൊരാന്നായിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും കുറേ വിഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വേറൊരു വിഭവമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.